എൻ നാരായണപിള്ള. അതായിരുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശികളായ ഉള്ളീല കീറുപറമ്പിൽ നാരായണപിള്ളയുടെയും തെക്കേതിൽ പാറക്കുട്ടിയമ്മയുടെയും 1918 ജനിച്ച ആ മകന് നൽകിയ പേര്. അച്ഛൻ നാരായണപിള്ള വില്ലേജ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ജോലി നോക്കേണ്ടതായി വന്നതോടെ എൻ നാരായണപിള്ളയുടെ വിദ്യാഭ്യാസം ഏറെക്കുറെ കുഴപ്പത്തിലായിരുന്നു എന്ന് വേണം കരുതാൻ. വിവിധ സ്കൂളുകൾ, പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ പഠനം അത്രത്തോളം ഒന്നും മികച്ചതാക്കാൻ നാരായണപിള്ളയ്ക്ക് കഴിയാതെ പോയി. ഒടുവിൽ കോട്ടയം CMS കോളേജിൽ പഠിക്കവേ ഇന്റർമീഡിയറ്റിന് തോറ്റതോടെ പഠനം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇക്കാലം അത്രയും സാഹിത്യത്തോട് അദ്ദേഹത്തിനൊരു അഭിരുചി ഉണ്ടായിരുന്നു. 6-ാം വയസ്സ് മുതൽ തന്നെ വായന അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായി തന്നെ മാറി. അതിനിടയിൽ അപൂർവമായ ഒരു നേട്ടത്തിന് 12-ാം വയസ്സിൽ തന്നെ ഉടമയായി മാറുകയും ചെയ്തു. 5000-ത്തിലധികം ശ്ലോകങ്ങളും കവിതകളും ഹൃദിസ്ഥമാക്കിയ എൻ നാരായണപിള്ള നിരവധി മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിയായി കഴിഞ്ഞിരുന്നു. അത്രത്തോളം സാഹിത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റിയിരുന്നു. പക്ഷേ പഠനം മാത്രം അദ്ദേഹം ചിന്തിച്ച ആ ഒരു വഴിയിലേക്ക് പോയില്ല. ഇന്റർമീഡിയറ്റിലേറ്റ കനത്ത പരാജയ നിമിത്തം അദ്ദേഹം നാടുവിടാൻ തന്നെ തീരുമാനിച്ചു. ഭാഷയും വേദാന്തവും തത്വചിന്തയും മനസ്സിൽ നിറഞ്ഞ അദ്ദേഹം 19-ാം വയസ്സിൽ മലേഷ്യയിലേക്ക് പറന്നു. എഴുത്തും സാഹിത്യവും മനസ്സിൽ നിറച്ച അദ്ദേഹം ആദ്യമായി ഒരു പത്രപ്രവർത്തകന്റെ വേഷമാണ് ജീവിതത്തിൽ അണിഞ്ഞത്. കേരള ബന്ധു ദിനപത്രത്തിൽ സബ് എഡിറ്ററായും പിന്നീട് സിംഗപ്പൂർ ഹെറാൾഡ് പത്രത്തിൽ റിപ്പോർട്ടറായും ജോലി നോക്കി. അതും മതിയാക്കി ഒരു തോട്ടത്തിൻ്റെ മാനേജറായി കുറച്ചു കാലം, പിന്നെ ആരോഗ്യ മേഖലയിലും അദ്ദേഹം ജോലി നോക്കിയിരുന്നു. മലേഷ്യയിലെ ജീവിതം അദ്ദേഹത്തിന് സമ്മാനിച്ചത് വായനയുടെ വിശാലമായ മറ്റൊരു ലോകം തന്നെയായിരുന്നു. ഇംഗ്ലീഷിലുള്ള നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു തീർത്തു എന്ന് മാത്രമല്ല, മലയ, ചൈനീസ് തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം നേടാനും അക്കാലത്തെ ജീവിതം എൻ നാരായണപിള്ളയെ സഹായിച്ചു. അക്കാലത്ത് തന്നെയാണ് 2-ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്. 1939 മുതൽ 45 വരെയുള്ള കാലത്ത് നേതാജിയുടെ INA-യിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജോലി. ആ കാലത്താണ് ആദ്യത്തെ നാടകം അദ്ദേഹം എഴുതി അവതരിപ്പിക്കുന്നത്. അന്ന് എൻ നാരായണപിള്ളയ്ക്ക് പ്രായം 24 വയസ്സ് മാത്രമായിരുന്നു. താന്തിയ തോപ്പി എന്ന ദേശസ്നേഹം ജ്വലിച്ചു നിൽക്കുന്ന ആ നാടകം ഇംഗ്ലീഷിലായിരുന്നു അദ്ദേഹം എഴുതി അവതരിപ്പിച്ചത്. രചനയും സംവിധാനവും നിർവഹിച്ച എൻ നാരായണപിള്ള തന്നെയായിരുന്നു താന്തിയ തോപ്പി എന്ന കഥാപാത്രത്തെയും അവിടെ അവതരിപ്പിച്ചത്. അവിടെ നിന്നാണ് നാടകാചാര്യനായ NN പിള്ളയിലേക്കുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുന്നത്. നാടകം കണ്ട് ഇഷ്ടപ്പെട്ട നേതാജി തന്നെ അദ്ദേഹത്തിന് അടുത്ത നാടകത്തിനായി അവസരം നൽകി. നേതാജിയുടെ ആവശ്യപ്രകാരം കുർബാനി എന്ന അടുത്ത നാടകവും NN പിള്ള തയ്യാറാക്കി അവതരിപ്പിച്ചു. 1945 INA പിരിച്ചുവിട്ടതോടെ അദ്ദേഹം നേരെ നാട്ടിലേക്ക് മടങ്ങിയെത്തി. INA പിരിച്ചുവിട്ടതോടെ അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി കൽക്കത്തയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് സ്വന്തം നാടായ കോട്ടയത്തേക്ക് അദ്ദേഹം എത്തുന്നതും വിവാഹം കഴിക്കുന്നതും കുടുംബജീവിതമൊക്കെ ആകുന്നതും. പിന്നീട് കുടുംബത്തോടൊപ്പം വീണ്ടും മലേഷ്യയിലേക്ക് പോയെങ്കിലും നാടകം അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. അങ്ങനെ അദ്ദേഹം 1952 വിശ്വ കേരള കലാസമിതിക്ക് രൂപം നൽകുകയായിരുന്നു. സത്യത്തിൽ ചരിത്രം തന്നെയായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. മഹാകവി വള്ളത്തോളിന്റെ മേൽനോട്ടത്തിലായിരുന്നു വിശ്വ കേരള കലാസമിതി പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ മനുഷ്യൻ എന്ന വിശ്വ കേരള കലാസമിതിയുടെ ആദ്യ നാടകം കുടുംബത്തെ ഒപ്പം ചേർത്തുകൊണ്ട് അദ്ദേഹം അരങ്ങിലെത്തിച്ചു. 28 നാടകങ്ങളാണ് അദ്ദേഹം മലയാളത്തിൻ്റെ അരങ്ങിൽ എത്തിച്ചത്. തൻ്റെ നാടകങ്ങളെയെല്ലാം സമൂഹത്തിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടികളാക്കി അദ്ദേഹം മാറ്റി. വ്യവസ്ഥിതികൾക്കെതിരെ നിശിതമായ വിമർശനം അദ്ദേഹം നാടകങ്ങളിലൂടെ സാധ്യമാക്കി. അസമത്വത്തിനും അനാചാരത്തിനും ഏകാധിപത്യത്തിനും എല്ലാമെതിരെ ജീവനുള്ള ആയുധങ്ങളാക്കി അദ്ദേഹം സ്വന്തം നാടകങ്ങളെ പരിവർത്തിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം 10-ലധികം പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു. 2 നാടക പഠനങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. 1971 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചലച്ചിത്ര പ്രവേശനം. അദ്ദേഹം തന്നെ NN പിള്ള തന്നെ എഴുതിയ കാപാലിക എന്ന നാടകം ചലച്ചിത്രമാക്കിയപ്പോൾ അതിലെ ലാസർ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം തിരശീലയിലേക്ക് എത്തിച്ചത്. തുടർന്നാണ് കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന അഞ്ഞൂറാൻ എന്ന കഥാപാത്രം
ഗോഡ്ഫാദർ എന്ന സിദ്ദിഖ് ലാൽ ചിത്രത്തിലൂടെ മലയാളിക്ക് ലഭിച്ചത്. പിന്നീട് 92-ൽ മോഹൻലാൽ നായകനായ നാടോടി എന്ന ചിത്രത്തിലും ഒരു തെലുങ്ക് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ അതിരുകളില്ലാത്ത ലോകത്തെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. ഞാൻ എന്ന പേരിൽ ഒരു ആത്മകഥയും എഴുതിയിട്ടുണ്ട്. അങ്ങനെ മലയാള നാടകത്തിന് നിരവധി മാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ നാടകാചാര്യൻ NN പിള്ള 1995 നവംബർ 14 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരുപക്ഷെ മലയാളികൾ ആചാര്യനായി കാണുന്ന അഞ്ഞൂറാൻ അരങ്ങൊഴിയാതെ നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് ഉമ്മറത്തെ കവഞ്ചിക്കസേരയിൽ കിടന്നുകൊണ്ട് അകലങ്ങളിലെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു ദൃഢമായ കണ്ണുകളോട്.